Bringing greetings from all the InterVarsity staff and students around the state of Florida who are reaching out on the university campuses with the gospel of our Lord. കലാലയങ്ങളിൽ സുവിശേഷവും എത്തിക്കുന്ന ഇന്റർവാഴ്സിറ്റിയുടെ സ്റ്റാഫിന്റെയും സ്റ്റുഡൻസിന്റെയും ഫ്ലോറിഡയിലോട് മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്ന സംഘടനയോടുള്ള ബന്ധത്തിൽ ആശംസ ഞാൻ നിങ്ങളെ പ്രാരംഭമായി അറിയിക്കും. And God is doing amazing things on the campus. He is opening doors for the gospel among students in ways that we've really never seen before. Hindu and Muslim students are hearing the gospel for the first time on many of our campuses. Amen. മുമ്പെങ്കിലും ഉണ്ടാകാത്ത വിധത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ കുട്ടികളുടെ ഇടയിൽ കലാലയങ്ങളുടെ വാതിലുകൾ ഈ കാലങ്ങളിൽ കൂടുതലായി തുറക്കപ്പെടുന്നു. കൂടുതൽ കുട്ടികളെ സുവിശേഷവുമായി എത്തുവാൻ ഈ കാലങ്ങളിലിടയാവും. And I want to thank you as a church for your prayers for us, for your support for us. You are with us on the campus as we go through your prayers. You labor with us as we talk with Hindu students, as we talk with Muslim students, as we present the gospel to them. You are with us through your prayers. ഞങ്ങൾ ഹിന്ദുക്കളായ അല്ലെങ്കിൽ മുസ്ലിങ്ങളായ കുട്ടികളോട് സുവിശേഷവുമായി ഇടപെടുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. കാരണം ഈ സഭ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ പ്രാർത്ഥനയെ ഞങ്ങളെ വഹിക്കുന്നു. അതുകൊണ്ട് ഈ മിനിസ്ട്രിയുടെ എല്ലാ നടുവിൽ നിങ്ങൾ ഞങ്ങളോടുകൂടി ഉണ്ട് എന്നുള്ള ഫീലിംഗ് ആണ് ഞങ്ങൾക്കുള്ളത്. And you know, I was thinking this morning that 20 years ago I was a little boy in southern India and I knew nothing of the Lord Jesus Christ. And here I am speaking to you from His Word, and I'm just reminded of God's faithfulness to me and to you, and that He uses broken people who are far from Him, to proclaim His gospel and bring Him glory. ഞാൻ ഇന്ന് രാവിലെ സമയം ഓർക്കുകയായിരുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് തെക്കേ ഇന്ത്യയിലെ ഭാഗത്തുണ്ടായിരുന്ന ഞാനും സുവിശേഷം അറിഞ്ഞിരുന്നില്ല, കർത്താവിനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ ആ കർത്താവിനെ കുറിച്ച് നിങ്ങളുടെ മധ്യത്തിൽ പ്രസംഗിക്കുന്നു. ആ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ആളുകളെ എത്തുവാനായിട്ട് ദൈവവചനവുമായി നടക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇതെല്ലാം കർത്താവിന്റെ കൃപയാണ്. I believe God can use you. He can use me. He can use anybody for His purposes to bring the gospel in Central Florida, here in Lakeland, among the Indian community. He can use any of us. ഈ മധ്യ ഫ്ലോറിഡയിൽ കർത്താവിന്റെ സുവിശേഷം ഇന്ത്യക്കാരുടെ ഇടയിൽ എത്തിക്കുവാനായിട്ട് എന്നെയും നിങ്ങളെയും നമ്മളെ ആരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. And today my message is entitled Having an Evangelistic Lifestyle, and we'll be in Colossians chapter 4 verses 2 through 6. If you want to turn there, is where we'll be the word will be spoken to us this morning. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ളതായ വേദഭാഗത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ സന്ദേശത്തിന്റെ തലക്കെട്ട് എന്നുള്ളതായ നിലയിൽ സുവിശേഷീകരണത്തിൻ്റെതായ ഒരു ജീവിത ശൈലി എന്നുള്ളതാണ് നിലകൊള്ളിക്കുന്നത്. And I want to share 3 things with us this morning from this passage about what it means to have an evangelistic lifestyle. The first thing is, what is it? The model for an evangelistic lifestyle. ഈ സുവിശേഷീകരണത്തിൻ്റെതായ ജീവിത ശൈലിയോടുള്ള ബന്ധത്തിൽ 3 വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് അതിന്റെ മാതൃക, അല്ലെങ്കിൽ സുവിശേഷീകരണത്തിന് നാം എന്ത് മാതൃകയാണ് സ്വീകരിക്കേണ്ടത്, ആ ജീവിത ശൈലിയുടെ മാതൃക എന്തായിരിക്കണം എന്നുള്ളതാണ്. If you look at verse 3, in verse 3 of Colossians chapter 4, it says, Paul is speaking and he says, pray for us too, that God may open a door for our message. അതിന്റെ 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു. പൗലോസ് ആവശ്യപ്പെടുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കാരണം സുവിശേഷത്തിന്റെ വാതിൽ തുറക്കണമെന്നുള്ളതാണ് പൗലോസ് അവിടെ ആഗ്രഹിക്കുന്നത്. Paul, who is writing to this church, asked this church in Colossae to pray for him, and when he does ask them to pray for him, he also gives them a model or an example of his own evangelistic lifestyle. ഇവിടെ ഈ കൊലോസ്യ സഭയോട് താൻ ആവശ്യപ്പെടുന്നത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ തന്നെ താൻ അവരുടെ മുമ്പിൽ ഒരു മാതൃക എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. And 4 things he models for them. The first thing is that an evangelistic lifestyle involves asking God for an open door. 4 കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുവാൻ കഴിയും. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഈ സുവിശേഷീകരണത്തിൻ്റെതായ ആ ജീവിത ശൈലിയോടുള്ള ബന്ധത്തിൽ താൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. This past semester at the University of Central Florida, we have been praying for the Muslim students on our campus. നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ കലാലയങ്ങളിലുള്ള മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയായിരുന്നു.
And one evening we received a call from this Muslim student group, and they wanted to invite us to come to their event and to take part in their poetry event that they were doing on the campus. ഒരു ദിവസം മുസ്ലിങ്ങളായ കുട്ടികളുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു വിളി ലഭിച്ചു. അവരുടേതായ രീതിയിൽ അവർ കൂടുന്ന സ്ഥലത്ത് അവിടെ കടന്നു ചെല്ലുവാനുള്ള ഞങ്ങളെ ക്ഷണിക്കുകയുണ്ടായി. So we went to this event, and the event, the Muslim students were standing up and they were sharing poetry about their love for their God. And they asked us, would you also share poetry about your love for your God? അവിടെ ആ കാവ്യാത്മകമായ രീതിയിൽ അവരുടേതായ മുസ്ലിങ്ങൾ അവരുടേതായ ദൈവത്തെ കുറിച്ച് വ്യത്യസ്തങ്ങളായ നിലകളിൽ കവിതകൾ രചിച്ച് അവർ ആ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്നതിലെ കവിത ചൊല്ലുകയായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് ഇതുപോലുള്ള സ്നേഹത്തോടുള്ളതായ എന്തെങ്കിലും ഒരു കവിത ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു. So our students stood up. We had 5 or 6 of our Christian students stand up in a room about half full with Muslim students, and they shared the gospel in poetry about their love for God. അവരെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങളുടേതായ കുട്ടികളിൽ 6 പേരോടും മുസ്ലിങ്ങൾ നിറഞ്ഞിരുന്ന ആ റൂമില് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കാവ്യാത്മകമായി അവരോട് സംസാരിച്ചു. Pray for us that God may open a door. പ്രാർത്ഥിക്കുക, സുവിശേഷത്തിന് വേണ്ടി വാതിൽ തുറക്കുവാൻ പ്രാർത്ഥിക്കുക. See, if God doesn't open a door in your friends, in your friend groups, in your family groups, in this community, there is no way we can reach them. കർത്താവ് വാതിൽ തുറക്കാതെ നിങ്ങളുടെ സ്നേഹിതന്മാരോടുള്ള ബന്ധത്തില് അല്ലെങ്കിൽ സുഹൃത്തുക്കള് അതുപോലുള്ള ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് കർത്താവിനെ പ്രഘോഷിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് വാതിൽ തുറന്നാൽ മാത്രമേ സാധ്യമാകുള്ളൂ. We need God to grant us access into the communities around us. We need God to grant us access among our co-workers and our family members and our students, fellow students in our schools, that He would open a door, create an opportunity for the message to be proclaimed. നമ്മുടെ സ്നേഹിതരെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ ചാർച്ചക്കാരെ, നമ്മുടെ സമൂഹം ഇവിടെയെല്ലാം നമുക്ക് കർത്താവിനെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടിയുള്ള വാതിൽ തുറന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. When have you ever heard of a Muslim student group inviting a Christian group to come to their event and share about their love for God? നിങ്ങൾ എപ്പോഴാണ് കേട്ടിട്ടുള്ളത് മുസ്ലിങ്ങൾ അവരുടേതായ കൂടിവരവില് ക്രിസ്ത്യാനികളെ ക്ഷണിക്കുന്നു, ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനുള്ള അവസരം അങ്ങനെയുള്ള മുസ്ലിം കുട്ടികൾ കൂടുന്ന സ്ഥലത്ത് നൽകുന്നു എന്നുള്ളത്? We must ask God to open a door for us. Only at that time is there an opportunity to share the gospel. That's the first thing He models. An evangelistic lifestyle involves asking God for an open door. സുവിശേഷീകരണത്തിന്റേതായ ആ ജീവിത ശൈലിയിലെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അതിന് അനുകൂലമായി വാതിൽ തുറന്നു ലഭിക്കുക എന്നുള്ളതാണ്. The second thing is an evangelistic lifestyle happens in community. Look at verse 3. He says, pray for us so that we may proclaim the message. രണ്ടാമതായിട്ട് പൗലോസ് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നാൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്കിടയാകും. Are you asking your church to pray for your non-Christian friends? നിങ്ങൾ സഭയോട് എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ അക്രൈസ്തവരായ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സഭയോട് എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? Are you joining together with Christians in your workplace? Reach out to others. നിങ്ങളുടെ തൊഴിൽ സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളല്ലാത്തവരോട് റീച്ച് ചെയ്യുവാനായിട്ട് ക്രിസ്ത്യാനികളോട് ചേർന്ന് പ്രവർത്തിപ്പാൻ നിങ്ങൾക്കിടയായിട്ടുണ്ടോ? Are you joining with other believers in your school, in your campus, to reach out to those who are on the campus? നിങ്ങളുടെ കലാലയങ്ങളിലോ നിങ്ങളുടെ സ്കൂളുകളിലോ അക്രൈസ്തവരായ നേടുന്നതിന് വേണ്ടി ക്രിസ്ത്യാനികളെ വിശ്വാസികളായ കുട്ടികളുമായി ചേർന്ന് ഇടപെട്ട് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്കിടയാവുന്നുണ്ടോ? Doing evangelism, trying to share our faith with other people, if we do it alone, it leads to discouragement and fear and ineffectiveness in our witness. ഇങ്ങനെയുള്ളതായ സമയങ്ങളിൽ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഫലകരമായ രീതിയിൽ പ്രവർത്തിപ്പാൻ നമുക്കിടയാകും. ഭയം അതുപോലതായ കാര്യങ്ങളെല്ലാം മാറിപ്പോകാനായിട്ട് ഇടയാകും. Sharing our faith is a team game. നമ്മളുടെ വിശ്വാസം അറിയിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് പങ്കിടുക എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. An evangelistic lifestyle happens in community. The third thing, an evangelistic lifestyle involves making the gospel understandable or clear to other people. അടുത്തതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് സുവിശേഷം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന നിലയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. Look at verse 4. Paul says, pray that I may proclaim it clearly as I should. നാലാം വാക്യത്തിൽ പ്രകാരമാണ് പൗലോസ് പറയുന്നത് അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന നിലയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന നിലയിൽ ഗ്രഹിക്കുന്ന നിലയിൽ ആയിത്തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. Have you ever thought about how you sound when you share the gospel with someone else?
നിങ്ങൾ എങ്ങനെയാണ് സുവിശേഷം മറ്റുള്ളവരിൽ എത്തിക്കേണ്ടതെന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനൊരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? Have you ever thought about, does it make sense? Is it clear? Is it understandable to the other person? നിങ്ങൾ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഗ്രഹിക്കുന്ന നിലയിലായി തീരണം, അല്ലെങ്കിൽ അതുപോലെ അവരോട് സംസാരിക്കാൻ ഇടയാകണം എന്നുള്ളതായ നിലയിൽ എപ്പോഴും ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടോ? A couple years ago in our ministry, there was a Vietnamese international student who came with us on a Christian retreat that we were doing for the students. ചില നാളുകൾക്ക് മുമ്പ് വിയറ്റ്നാമിലുള്ളതായ ഒരു സ്റ്റുഡന്റ് ഇതുപോലുള്ള ഒരു ക്രിസ്തീയ സ്റ്റുഡൻസിന്റെ ഒരു മീറ്റിംഗിൽ കടന്നു വന്നു. And at this meeting, this Vietnamese student had heard the gospel for many times. He had been in our Bible studies, and he was sitting there during the main session as the gospel was being proclaimed again, and they were inviting a response. And he was sitting there, and we were all wondering, was he going to respond to the gospel tonight? അവിടെ പല നാളുകൾ ഈ സുവിശേഷം കേട്ടതായ വിയറ്റ്നാമീസ് സ്റ്റുഡൻസ് അവർ വീണ്ടും സുവിശേഷം കേൾക്കുന്നു. അവിടെ അതിന് അവസാനമായിട്ട് ഓൾട്ടർ കോൾ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഓർത്തു അവർ എഴുന്നേറ്റ് അതിനോട് പ്രതികരിക്കുമെന്നുള്ളതായ നിലയിൽ. And as he was sitting there, one of the InterVarsity staff came and sat next to him as he's sitting there and he's watching the event happen. And she says to him, are you ready to make a decision to follow Jesus? അതിന്റെ അവസാന സമയത്ത് ഒരു ഇന്റർവാഴ്സിന്റെ സ്റ്റാഫ് അവന്റെ അവരുടെ അടുത്ത് ചോദിച്ചു, ഒരു തീരുമാനം എടുക്കത്തക്കവണ്ണം നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. And he says, I'm not ready. I still need more time. I'm not good enough to come to the Lord yet. I still need more time before I'm good enough to come to Jesus. വിയറ്റ്നാമീസ് സ്റ്റുഡന്റ് പ്രകാരം പറഞ്ഞു, ഇല്ല, ഞാൻ റെഡി ആയിട്ടില്ല, എനിക്ക് കുറച്ചുകൂടെ സമയം വേണം, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുവാനും ആ നില അംഗീകരിക്കുവാനും എനിക്ക് അല്പം സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. And as she's sitting there, she says to him, and this student was a physics student. He was doing research in light and lasers, and she says to him, do you know how light hits a diamond and how it reflects the light so perfectly when it hits a pure diamond? ഈ അടുത്തിരുന്ന ആ സ്റ്റുഡന്റ് ഒരു ഫിസിക്സ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോൾ ചോദിച്ചു, പ്രകാശം എന്ന് പറയുന്നത് ഡയമണ്ടിൽ പ്രതിഫലിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ബന്ധത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങി. And she says to him, when you come to the Lord Jesus Christ and you ask him to forgive your sins, he makes you as pure as that diamond so that you reflect his light into the world. And that moment, that student made a decision to follow Jesus. എന്നിട്ട് അതിനുശേഷമായിട്ട് ആ വിയറ്റ്നാമീസ് സ്റ്റുഡന്റിനോട് പ്രകാരം പറഞ്ഞു കൊടുത്തു, നീ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ, അംഗീകരിക്കുന്നെങ്കിൽ, ഈ ഡയമണ്ടിലേക്ക് പ്രകാശം കടന്നു വരുമ്പോൾ അത് പ്രകാശിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി പ്രകാശിപ്പാൻ നിനക്കിടയായ നിന്റെ പാപം പരിപൂർണമായും പരിഹരിക്കപ്പെടുമെന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി. Pray that I may proclaim it clearly, understandably, in a way that's compelling as I should, Paul says. ഇവിടെ പൗലോസ് ആവശ്യപ്പെടുന്നതാണ്, ഞാൻ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകത്തക്കവണ്ണം സംസാരിക്കാനുള്ള അവസരം ലഭിക്കത്തക്കവണ്ണം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. I'm not saying that when you share the gospel you need to be perfect, or you need to be Billy Graham, or you need to be Pastor Sam, or anything like that. I'm saying that if Paul the evangelist is saying, pray for me that I may proclaim the gospel clearly, how much more should we ask the Holy Spirit to give us the words to say, to give us the stories to share, that we can make the gospel clear to the people around us. ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി പാസ്റ്റർ സാമിനെ പോലെയോ അല്ലെങ്കിൽ ബില്ലി ഗ്രഹാമിനെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പേര് കേട്ടതായ ഒരാളിനെ പോലും ആകേണ്ട കാര്യമില്ല. ഇവിടെ നോക്കുക, പൗലോസ് ആവശ്യപ്പെടുകയാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നുള്ള നിലയിൽ ഇതുപോലുള്ള പ്രാർത്ഥനയുടെ പിൻബലത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. Pray that you may proclaim it clearly. Do it in community. Ask God for an open door. And the last thing is that an evangelistic lifestyle is one that is costly and involves surrendering to God. അവസാനമായിട്ട് അതിനോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത് പൂർണ്ണമായ ഒരു സമർപ്പണം, ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായും സമർപ്പിക്കുന്ന സമർപ്പണ ജീവിതമാണ്. In verse 3 he says, open a door for our message. And at the very end he says, for which, says, open a door for our message, so that I may proclaim it clearly as I should, for which I am in chains, he says in verse 3. അവിടെ ആരംഭത്തിൽ നാം കണ്ടത് ഇങ്ങനെയാണ്, വാതിൽ തുറന്നു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ ആ വാക്യം ഉപസംഹരിക്കുമ്പോൾ എങ്ങനെയാണ്, ചങ്ങലയുടെ അനുഭവത്തിൽ താൻ കഴിയുന്നു എന്നുള്ളതാണ്. Paul was in prison. ഇവിടെ ഇത് എഴുതുമ്പോൾ പൗലോസ് തടവിലാണ്. Asking this church to pray for him so that the doors would literally be open of the prison so that he could go out and proclaim the gospel again that would land him in prison.
അക്ഷരാർത്ഥത്തിൽ തന്നെ വാതിൽ തുറക്കുക എന്ന് പറയുമ്പോൾ ഈ ജയിലിന്റെ അല്ലെങ്കിൽ ബന്ധനത്തിൻ്റെതായ അവസ്ഥയിൽ ഒരു വിടുതൽ ലഭിച്ചു കഴിഞ്ഞാൽ അതും സുവിശേഷീകരണത്തിന്റെ വ്യാപ്തിക്കിടയാകുന്ന കാര്യമാണ്. And ultimately what he's pointing us to, what he's saying to us is that being a disciple, listen carefully, being a disciple involves surrendering to God's agenda in your life. ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ മുമ്പിൽ പൂർണ്ണമായും താഴ്ത്തി കൊടുക്കുന്ന, പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുന്ന നിലയിലുള്ള താഴ്മയുടെ അനുഭവമാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. And the scriptures throughout the Bible mention this repeatedly. In John chapter 4, Jesus is speaking. He says, "My food is to do the will of Him who sent me and to finish His work." യോഹന്നാന്റെ സുവിശേഷം 4 നമ്മൾ പ്രകാരം കാണുന്നു, എന്റെ ദൗത്യം എന്ന് പറയുന്നത് എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് എന്റെ ദൗത്യം എന്ന് കർത്താവ് പറയുന്നു. In Galatians 2, Paul is speaking again. He says, "I have been crucified with Christ. My agenda has died. It is no longer I who live, but Christ who lives in me." Christ's agenda is the one that I live for. ഗലാത്യലേഖനത്തിൽ പൗലോസ് പ്രകാരമാണ് പറയുന്നത്, ഞാൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ താൻ തന്റേതായ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിന്റെ അജണ്ട അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കാര്യപരിപാടിക്ക് വേണ്ടി താൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. And he ends that passage and he says, "The life I now live in the flesh, in the body, I live by faith in the Son of God who loved me and gave himself up for me." That is why we surrender to God's agenda, because Christ has died for us and has given us his love freely. താൻ അതിന്റെ അവസാനത്തിൽ പറയുന്നത്, കർത്താവ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെയാണ് പൗലോസോട് വർണ്ണിക്കുന്നത്. Have you surrendered to God's agenda? നിങ്ങൾ കർത്താവിന്റെ കാര്യപരിപാടിക്ക് വേണ്ടി പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, പൂർണ്ണമായും താഴ്ത്തി കൊടുത്തിട്ടുണ്ടോ? An evangelistic lifestyle, one where you are a witness for Christ, involves surrendering to God's agenda in your life. സുവിശേഷീകരണത്തിൻ്റെതായ ആ ജീവിത ശൈലിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ദൗത്യത്തിന് വേണ്ടി, കർത്താവിന്റെ കാര്യപരിപാടിക്ക് വേണ്ടി പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. You don't surrender to God because you're trying to earn His favor or His love, or so that He will bless you more, but you surrender to God because He has already unconditionally given you His love freely, and so you surrender knowing that that is the best course of action for your life. He loves you freely, and so you respond freely by giving Him your love. യാതൊരു പരിധിയും കൂടാതെയാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് പരിധിയില്ലാത്തതായ സ്നേഹമാണ്. അതിന്റെ മുമ്പിൽ എന്തെങ്കിലും ആനുകൂല്യത്തിന് വേണ്ടിയല്ല നാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്, പൂർണ്ണമായ സമർപ്പണമാണ് കർത്താവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. The model for an evangelistic lifestyle, we do it in community, we ask for open doors, we ask for gospel clarity, we surrender to God. And the second thing this passage tells us about an evangelistic lifestyle is the ingredients or the instructions for an evangelistic lifestyle. ഈ സുവിശേഷീകരണത്തിൻ്റെതായ ജീവിത ശൈലിയിൽ നാം ചിന്തിച്ചു കഴിഞ്ഞ വിഷയങ്ങൾ കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഈ സുവിശേഷീകരണത്തിന്റെ ആ ജീവിത ശൈലിയിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. And there's two things I see in this passage. If you notice, when you look from verse 2 to verse 6, there's a progression or a continuation or a building that's happening in the passage. ഇത് ഈ ഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ കാണാം, ഇതിന്റെ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരു കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് പോലുള്ളതായ നിലയിലുള്ളതായ ആ നിലയിൽ പൂർണ്ണതയിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. Paul says in the beginning, pray for God to open a door. And then he says in verse 5, be wise in the way you act towards outsiders. Make the most of every opportunity. He's assuming that if you're praying for God to open a door, He's going to open a door. ആദ്യം നാം കണ്ടത് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് സുവിശേഷീകരണത്തിന്റെ വേണ്ടി വാതിൽ തുറക്കുവാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വാതിൽ തുറക്കുന്നത് നമ്മളെ കാണുന്നു. This past Christmas at the University of Central Florida, the Indian Students Association hosted a Christmas social or Christmas event, and it's a very popular event, and they had a brown Santa Claus, and they had a pani puri eating contest, and they had a lot of students come out to this event at the end of the year. കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് ഇന്ത്യക്കാരായ സ്റ്റുഡൻസ് ഇന്ത്യൻ സ്റ്റൈലിലുള്ളതായ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തി. അതിന് പറ്റിയതായ സാന്താക്ലോസും അതുപോലുള്ളതായ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ അവതരിപ്പിച്ച് ഒരുപാട് ആളുകൾ അവിടേക്ക് ആകർഷിക്കപ്പെട്ടു. And we thought to ourselves, everybody in this group is Hindu.
why are they doing a Christmas event? And so we went to the officer, the president, the student president of this organization, and we asked them, could we as Indian Christians share at your event about what Christmas actually means to us as Christians? ഇതിന്റെ വേണ്ടി പ്രവർത്തിച്ചതായ അല്ലെങ്കിൽ ഇതിനകത്ത് അടങ്ങിയിരുന്ന ആളുകളെല്ലാം തന്നെ ഹിന്ദുക്കളാണ്. അപ്പോൾ അവരോട് ഞങ്ങൾ ഇടപെട്ടിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ളതായ ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് എന്താണ് ക്രിസ്മസ്, അല്ലെങ്കിൽ ക്രിസ്മസിന്റെ അർത്ഥം എന്താണെന്നുള്ളത് സംസാരിക്കാനുള്ള അവസരമുണ്ടോ എന്നുള്ളതിൽ അന്വേഷിച്ചു. And he said to our students, he said, the president of this group, he said, this isn't really a religious event for us, but we'll give you 5 minutes. If you want to come, we'll give you 5 minutes. You can share about what Christmas means to you. അതിന്റെ ചുമതലക്കാർ ഇപ്രകാരമാണ് പറഞ്ഞത്, ഇതൊരു മതപരമായ ഒരു കാര്യമായിട്ടല്ല ഇരിക്കുന്നത്, ഒരു സാമൂഹ്യ ചടങ്ങ് മാത്രമാണ്. എന്നാൽ അതിനിടയിൽ മതം പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. എന്നാലും 5 മിനിറ്റ് നിങ്ങൾ വിട്ടുതരാം ക്രിസ്തുമസിന്റെ എന്താണ് ക്രിസ്മസ് എന്ന് പറയുന്നതിന് വേണ്ടി. And so we went to this event, and it was packed full of Indian students, most of whom are Hindu. And 2 of our students got up and they shared their testimony. They shared what Christmas meant to them. They shared about the love of God that came to us in the person of Jesus at this event. And the Indian students clapped. They were smiling. They really enjoyed it. And now for the next time that this happens, and probably every year from now, we're going to have an opportunity at this event hosted by Hindu students, a Christmas event, to share about what Christmas really means from a biblical worldview. ആ ചടങ്ങിൻ്റെതായ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉള്ളതായ 2 സ്റ്റുഡൻസ് അവരെഴുന്നേറ്റ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം ഹിന്ദുക്കളാണ്. അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നോട് ക്രിസ്മസ് എന്താണ്, ക്രിസ്തുവിന്റെ കാര്യം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രസക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പിന്നീടുള്ളതായ അവസരങ്ങളിലും അതുപോലെ ഈ കാര്യങ്ങൾ അടുത്ത വർഷം ചെയ്യുമ്പോഴും അവസരം ഞങ്ങൾ പ്രതീക്ഷിക്കും. Make the most of every opportunity. Capitalize on the opportunities God gives you to be a witness to others. God is always giving us opportunities. ദൈവം നമുക്ക് എപ്പോഴും അവസരങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ ആ സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. What opportunities might God be giving you right now, today, or this week, or with that person at your workplace that you've always wanted to talk to about spiritual things? What opportunities might God give you this week, and are you looking for them? നിങ്ങളോട് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് നാളായി കർത്താവിനെ കുറിച്ച് പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അവസരം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നുള്ളതായ ചിന്ത നിങ്ങളെ ഭരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എന്ത് അവസരമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ ആഴ്ചയിൽ? The first ingredient of an evangelistic lifestyle is to capitalize on God moments. The second ingredient is to speak with grace. ഒന്നാമത്തേതായി നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലഭിക്കുന്ന അവസരം, നമുക്ക് ലഭിക്കുന്ന സമയം അത് തക്കത്തിൽ നഷ്ടമാകാതെ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് കൃപയോടുകൂടെ സംസാരിക്കുക എന്നുള്ളതാണ്. It says in verse 6, look at verse 6, he says, let your conversation be always full of grace, seasoned with salt, so that you may know how to answer everyone. അവിടെ 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് കാണുന്നു. When my mom was sort of teaching me how to cook, and Tamil people are very proud of our idli and sambar and all of that, and so she's teaching me how to cook, and she tells me, don't ever forget the salt. എന്റെ മാതാവിൽ നിന്നാണ് പാചകത്തിന്റെ ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചത്, സാമ്പാർ ഉണ്ടാക്കുന്ന മറ്റു കാര്യങ്ങളുമൊക്കെ. എന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഉപ്പിന്റെ കാര്യം മറന്നു പോകരുതെന്നുള്ളത്. Because if you forget the salt, you can't really taste the other ingredients. There's certain things that when you're cooking, you just sort of throw it in there. You don't even measure, you don't even worry about it. But the salt, if you don't put enough, it's a bland dish. But if you put too much, no one wants to taste it. It's very bitter. നാം കുക്ക് ചെയ്യുന്ന സമയത്ത് ചില ചേരുവകൾ നമ്മൾ നിർലോഭമായിട്ട് നമുക്ക് ചേർക്കാൻ കഴിയും. എന്നാൽ ഉപ്പിന്റെ കാര്യം അങ്ങനെയല്ല. അതിനൊരു കണക്കുണ്ട്. അത് ആ കണക്കിൽ തന്നെ വേണം അതിന് ഉപയോഗിക്കാൻ. In the same way, Paul is saying, let your conversation be full of grace and kindness and respect and civility. Pour it on. Don't even worry about measuring it, but season it
with just the right amount of spiritual truth, just the right amount of conversation about who Jesus is and what he has done in your life, then you'll know how to answer everyone. ഇവിടെ പൗലോസ് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. നാം സംസാരിക്കുമ്പോൾ യാതൊരു ലോഭവും കൂടാതെ കൃപ അവിടെ ചേർക്കുകയാണ്. ഉപ്പിനെ രുചി വരുത്തുന്നതുപോലെ കൃപ അതിനോട് ചേർത്ത് സംസാരിക്കണം എന്നാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്. And he's also assuming, I said the passage is building, right? There's a progression in the passage. At the very end of the passage, if you're praying for God to open a door, if you're praying for it to be clearly, if you're making the most of your opportunities, then people are going to ask you questions so that you may know how to answer people, he says. നാം ഇവിടെ ആദ്യമായിട്ട് നാം കണ്ടു അവസരങ്ങളോ അല്ലെങ്കിൽ വാതിൽ തുറന്നു കിട്ടുന്നതിനെ കുറിച്ചുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചു. അതിനുശേഷം അങ്ങനെ അവസരങ്ങൾ ലഭിക്കുമ്പോൾ രുചിയോടുകൂടി അല്ലെങ്കിൽ ഉപ്പിനാൽ രുചി വരുത്തുന്നവരോട് സംസാരിക്കുന്നു. എന്നാൽ അതിനടുത്തതായിട്ട് നാം കാണാൻ പോകുന്നത്, ഇവിടെ കാണുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്ന ആളുകളെയാണ്. At an event this past spring on campus, we were doing an outreach event on the campus. It was actually with Muslim students, and at the end of the event, an international Indian student, he came up to me and he asked me the question. He said, "What do Christians believe about how they should treat non-Christians?" ഒരിക്കലും അടുത്ത സമയത്ത് നടന്ന ഒരു ഇവന്റില് ഒരു മുസ്ലിം സ്റ്റുഡന്റ് കടന്നു വന്നിട്ട് പ്രകാരം പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികൾ നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന്, അതുപോലെ അതേസമയം നിങ്ങൾ മറ്റുള്ള ക്രിസ്ത്യാനികളല്ലാത്ത സ്റ്റുഡൻസിനോട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരോട് ഇടപെടുന്നത് മറ്റൊരു നിലയിലാണെന്നുള്ള നിലയിൽ. And I said to him, you know, when I was apart from God, when I didn't know Jesus, Jesus loved me. Jesus pursued me. He came after me. ഞാൻ അവരോട് പറയുകയുണ്ടായി, ഞാൻ ക്രിസ്തുവിൽ നടന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനെ കണ്ടെത്താതിരുന്ന കാലത്ത് കർത്താവിനെ സ്നേഹിക്കുകയായിരുന്നു, ദുർലോഭമായി കർത്താവിനെ സ്നേഹിക്കുകയായിരുന്നു. So in the same way that Jesus pursued me with love and grace and kindness, but still urging me to turn to him, that is the way he calls us to pursue other Christians, to pursue non-Christians, to love them and to invite them and to ask them to consider who he is. കർത്താവിൽ നിന്നും അകന്ന് ജീവിച്ചതായ സമയത്ത് എന്നെ കർത്താവ് സ്നേഹിക്കുകയും കർത്താവിലേക്ക് ആകർഷിക്കുകയും ചെയ്തതുപോലെ നമ്മെ കർത്താവ് സ്നേഹിക്കുകയും ആകർഷിക്കുകയും ചെയ്ത ആ സ്നേഹം എന്ന് പറയുന്നതാണ് നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. And he liked that. He liked that response. And so a couple weeks later, he actually came to our Christian retreat that we were doing at the end of the school year. And at that retreat, I saw him near the middle of the week, and I asked him, you know, how's it going? And he said, I really have enjoyed being here with all of you. And he wasn't a Christian at this time. I really enjoyed being here. And when I get back to campus, I'm going to tell all of my friends to come and join this fellowship and to see what you guys do. അതിനുശേഷമായിട്ട് ആ സ്റ്റുഡന്റ് മറ്റൊരു ഇവന്റിലും കടന്നു വന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചു, കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ മറുപടി നൽകിയതിനു ശേഷമായിട്ട് പറഞ്ഞു, ഞാൻ ഇനി കടന്നു പോയതിനു ശേഷം എന്റെ സഹപാഠികളോട് ഇതിനെക്കുറിച്ച് പറയും, ഈ ഇതുപോലുള്ള മീറ്റിംഗിൽ കടന്നു പോകേണ്ട അതിന്റെ ആവശ്യകതയെ കുറിച്ച് ഞാൻ പറയുമെന്ന് ഞാൻ പറയുകയുണ്ടായി. Are you speaking full of grace, seasoned with salt when you answer people? Is your conversation attractive? നമുക്ക് കൃപയോടുകൂടി ഉപ്പിനാൽ രുചി വരുത്തതായ നിലയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സംസാര രീതി മറ്റുള്ളവരെ ആകർഷിക്കാൻ ഇടയാവുന്നതാണ്. How might you need to adjust the ingredients of your conversation when you talk to people who don't know Jesus? കർത്താവായ യേശുക്രിസ്തുവിനെ വാസ്തവമായി അറിഞ്ഞിട്ടില്ലാത്തവരോട് നാം സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിലെ ചേരുവകൾ നാം എങ്ങനെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്? Are you very kind, but you leave out the salt, you leave out Jesus, you don't even talk about who you are, that you're a Christian or anything like that? It's a very sort of bland conversation that doesn't very taste very good. നമുക്ക് പല കാര്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി വ്യക്തതയൊന്നുമില്ലാതെ ഉള്ളതായ കാര്യം നാം ഉണ്ടാക്കിയാൽ അത് ഒരിക്കലും രുചി വരുത്തുന്ന ഒരു കാര്യമായിട്ട് ഇരിക്കുന്നില്ല. Or you leave out the grace and you're talking and you're urging, you're telling them about Jesus, but you're coming off very sort of rigid and bitter to them. അതുപോലെ തന്നെ കൃപ എന്ന് പറയുന്ന വിഷയത്തെ മാറ്റി നിർത്തിയിട്ട് കർത്താവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ അതും യാതൊരു പ്രയോജനവും ചെയ്യുന്ന കാര്യമായിട്ട് ഇരിക്കുന്നില്ല. Or you don't speak with grace or salt, you don't even interact with non-Christians, and you're leaving people hungry. ഈ വാസ്തവത്തില് ഇതിനുവേണ്ടി ആത്മീയമായ വിഷയങ്ങളിൽ വിശക്കുന്നതായ അനുഭവത്തിൽ കഴിയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. Or are you speaking full of grace, seasoned with salt, so there's a tastiness to the conversation? അവരോട് സംസാരിക്കുമ്പോൾ രുചി വരുത്തുന്ന നിലയിൽ അവർക്ക് ആകർഷണം തോന്നുന്ന നിലയിൽ അവരോട് നമുക്ക് സംസാരിക്കാൻ കഴിയണം. കൃപ
വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ചേരുവകൾ. So we've seen the model of an evangelistic lifestyle through Paul and the way that he calls them to pray for him. We've seen the ingredients of an evangelistic lifestyle with speaking with grace and truth and being wise and making the most of your opportunities. And the last thing we see in this passage, in the very first verse, he shows us the perspective for an evangelistic lifestyle. അടുത്തതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് പൗലോസിന്റെ ജീവിതത്തിൽ നിന്നും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ആ ലക്ഷ്യം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഉദ്ദേശം എന്നുള്ള നിലയിൽ ഈ സുവിശേഷീകരണത്തിൻ്റെതായ ആ ജീവിതശൈലിയിലെ ലക്ഷ്യം എന്നുള്ളതാണ്, കാഴ്ചപ്പാട് എന്നുള്ളതാണ്. He says in verse 2, devote yourselves to prayer, being watchful and thankful. നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം ദൈവസന്നിധിയിൽ വളരെ നന്ദിയുള്ളവരായിരിക്കണം. And in that word, being watchful in prayer means to be alert or awake. Really, he's getting at being expectant in prayer. Are you expecting God to answer you, or are you trusting him that he's hearing you when you pray? നമുക്ക് ആ സമയം അവിടെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നത് പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന സമയത്ത് തന്നെ നന്ദി അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. There's a story told, maybe you've heard it before, about a village, a town where they were going through a drought, and the pastor of a small church in this very rural town called together the whole town to come into the church and to pray for God to send rain. ഈ കഥ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ളതായിരിക്കാം. ഒരു ഗ്രാമത്തിലെ കടുത്ത വരൾച്ചയിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് അവിടുത്തെ ആ ഗ്രാമത്തിലെ ഒരു ചെറിയ ചർച്ചിലെ പാസ്റ്റർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു, പള്ളിയിലേക്ക് കടന്നു വരിക, പ്രാർത്ഥിക്കാനായിട്ട് ജനങ്ങളോട് ആവശ്യപ്പെട്ടു. And so all these people came into this church. Hundreds of people from this town came into this church, and they're all, wanting to pray for rain, for God to send rain. They pack into the church, and at the very front of the church, the pastor sees out of the corner of his eye a little girl who's sitting in the front. ഈ നൂറുകണക്കിന് ആളുകൾ ഈ പള്ളിയിലേക്ക് കടന്നു വന്നു. ദേശത്ത് അവരുടെ കൃഷിയോടുള്ള ബന്ധത്തിൽ അവർക്ക് അത്യാവശ്യമായ മഴ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കടന്നു വന്നതാണ്. ഈ സമയത്ത് ഈ ആളുകളെല്ലാം പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ചർച്ചിലെ ഏറ്റവും മുൻവശത്ത് നിന്ന പെൺകുട്ടിയെ പാസ്റ്റർ ശ്രദ്ധിച്ചു. And he sees this girl, and he stops and he says to the whole congregation that's gathering, he says, all of you have gathered here to pray for God to send rain, but this girl who's come here today is very special. ഇതിനിടയിൽ പാസ്റ്റർ ഈ സഭയോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കടന്നു വന്നിരിക്കുന്നത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ പെൺകുട്ടി ഇവളുടെ ഒരു പ്രത്യേകതയുള്ള പെൺകുട്ടിയാണ്. The reason she's very special is because out of all of the people, all of you who've come here today to pray, only this little girl decided to bring an umbrella. ആ കാരണം ആ പാസ്റ്റർ പ്രകാരം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. എന്നാൽ ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ മഴ പെയ്താൽ ചൂടുന്നതിനുള്ള കുടയുമായി വന്നവൾ. Are you expecting, are you trusting God to move in our communities, to move in the Hindu and Muslim communities here in Central Florida and the communities here in Lakeland? Are you expecting him to answer your prayers when you seek him? വാസ്തവമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മുസ്ലിങ്ങളോടും ഹിന്ദുക്കളോടും ഒക്കെ ഇടപെടുമ്പോൾ വാസ്തവമായ ഒരു പ്രതിഫലമുണ്ടോ, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാകുന്ന നിലയിൽ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടിയാണ് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കിടയാവുന്നത്. He says, be watchful in prayer. And the second thing he says is, be thankful. And he's saying to them, as you pray to God, thank him for what he's done in history through Jesus Christ. ഇവിടെ അടുത്തായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പൗലോസ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നാം എപ്പോഴും ഓർക്കണം, കർത്താവിനോട് ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരിക്കണം. യേശുക്രിസ്തു മുഖേന നമുക്ക് ലഭിച്ചതായ നന്മകൾ ഓർത്ത് നാം നന്ദിയുള്ളവരായിരിക്കണം. See, we must constantly remember in prayer what God has done. We must constantly, as we're worshiping today, remembering the cross, remembering what God has done decisively in history to save us. And he's saying, devote yourselves to prayer. Be watchful and also thankful. Remember what's happened in the past, what God has done in your life. നാം പ്രാർത്ഥനയിൽ നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ ക്രൂശും കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതായ കാര്യങ്ങളും എല്ലാം നാം സ്മരിക്കുമ്പോൾ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്തത് ഓർത്ത് നന്ദി കരയറ്റുവാനും പ്രാർത്ഥനയിൽ നമുക്ക് കഴിയണം. You see, many times our view of God gets handicapped or distorted when we don't stop and spend time thanking him for what he's done in history. See, sometimes we sit and we pray, but we can't even see past our prayers. We're so stuck on the problem, on the issue, and we can't think of a world or a reality where God answers that prayer. Our prayers get distorted.
ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയുടെ നടുവിൽ നമുക്ക് മാർഗതടസ്സങ്ങൾ വൈകല്യങ്ങൾ സംഭവിക്കുകയാണ്. കാരണം എന്താ? അംഗവൈകല്യം സംഭവിച്ചുള്ള അവസ്ഥ പ്രാർത്ഥനയുടെ നടുവിൽ ഉണ്ടാകുന്നു. കാരണം ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് വന്നു കഴിയുമ്പോൾ അതിനെ മറികടന്നു പോകുവാൻ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുന്നില്ല. And I feel the same way many times when I look out on the campuses and I see the thousands of students who don't know Jesus. When I think about praying for many of my family who don't know Jesus, and sometimes I can't even see past my prayers. And this is why God invites you and me, and Paul is inviting us through the scripture to be thankful when you pray, to remember what God has done in history, to encourage your prayers looking forward. കാരണം പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ നമ്മളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ അവിടെ വരുന്നു, അതുപോലുള്ള വ്യക്തിപരമായ ബന്ധങ്ങളുടെ വിഷയങ്ങളുടെ തടസ്സം സൃഷ്ടിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥന മുമ്പോട്ട് പോകാൻ കഴിയാതെ വരുന്നു. എന്നാൽ പൗലോസ് കൂടെ ആവശ്യപ്പെടുന്നതാണ്, പ്രാർത്ഥിക്കുന്ന സമയത്ത് ചരിത്രത്തിലൂടെ കർത്താവ് എന്ത് ചെയ്തു, ചരിത്രത്തിലൂടെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതെല്ലാം വിധങ്ങളിലായിരുന്നു, അതെല്ലാം ഓർത്ത് നന്ദി കരയറ്റുവാനുള്ള പ്രാർത്ഥനയെ നമുക്കിടയാകും. He says, devote yourselves to prayer, and he says, be watchful, be expectant. That's a future thing. And he says also, be thankful. Remember what God has done in the past. That's a future and a past. And in the middle of that, he says, devote yourselves to prayer. And whatever issue, whatever evangelistic struggle you're going through, it's crushed by the reality of what you're trusting God to do and the reality of what God has done in the past. When you remember and you live in that reality, it crushes the issue that you're praying for. God intervenes. Amen. God intervenes in the issue. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് മുമ്പോട്ട് നോക്കി നമ്മുടെ ഭാവിയെ കാണുവാൻ കഴിയണം, പുറകോട്ട് നോക്കി കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ചെയ്ത വൻ കാര്യങ്ങളെ കാണുവാൻ കഴിയണം. അതിന്റെ നടുവിലാണ് നാം നിൽക്കുന്നതെങ്കിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിന്റെ നടുവിൽ തകർന്ന് തരിപ്പണമായിട്ട് നമ്മുടെ ഭാവി ശോഭനമാകുന്ന നിലയിൽ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ നമുക്കിടയാകും. This is how we shift our perspective. This is how we gain an evangelistic view by praying, being watchful and thankful. ഇതാണ് സുവിശേഷീകരണത്തിൻ്റെതായ ജീവിതശൈലിയിൽ ഈ കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ ഈ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കണം. So we've seen that we can gain a perspective by praying. We've seen that we can model this evangelistic lifestyle that Paul shows us, and we see that there are ingredients in this passage that can help us live an evangelic lifestyle. And I'll close with one final thought. അടുത്ത ഒരു കാര്യം കൂടെ ചേർത്ത് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. In John chapter 4, two people meet at a well in the middle of a desert. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു കിണറിന്റെ വക്കിൽ രണ്ട് വ്യക്തികൾ കൂടിക്കാണുകയാണ്. And at the middle of this desert, one of these people who is there has a secret, and the other person also has a secret. There's a woman at this well who has a secret that she had lived a broken life. She had had 5 marriages, and she's living now with the woman living now with a man who is not her husband. And then there's also a man there who has a secret. It's Jesus, and his secret is that he is the Savior of the world. And he begins to engage in a conversation with this woman, taking this opportunity in the middle of this desert with this woman who's all alone sitting at this well, and he makes the most of this opportunity. ആ കിണറിന്റെ വക്കിലേക്ക് നാം നോക്കുമ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് ആ കിണറിന്റെ വക്കിലുള്ളത്. അവിടെ രണ്ടുപേരുടെയും ഉള്ളിൽ ആ പരസ്പരം കൈമാറുവാൻ വിമുഖതയുള്ളതായ രഹസ്യം അവർ രണ്ടുപേരും സൂക്ഷിക്കുന്നുണ്ട്. ആ സ്ത്രീയോടുള്ള ബന്ധത്തിലും അവരുടെ ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിലുള്ള രഹസ്യം അവൾ സൂക്ഷിക്കുന്നു. എന്നാൽ അവിടെ കർത്താവ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം രക്ഷണീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ താൻ രക്ഷിപ്പാൻ വന്നിരിക്കുന്നതായ വിഷയം ആ കർത്താവിന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. എന്നാൽ ഇതിന്റെ നടുവിൽ രണ്ടുപേരിലുള്ള സംവാദത്തിനുള്ളതായ അവസരത്തിന് വേണ്ടി നോക്കുകയാണ്. He speaks full of grace, with kindness and respect to this woman. He seasons his conversation with just the right amount of salt, talking about this living water, which is the Spirit that he offers to her. And slowly he sort of peels back the layers in this conversation as he talks to this woman. And finally at the end, the woman sees that this is the Savior of the world, and she leaves her water jar there at the well, and she runs back to her town to tell everybody there about this Messiah, about the Savior of the world that she just met. കർത്താവ് അവിടെ സംസാരിക്കാൻ അവരോട് ആരംഭിക്കും.
സംസാരിക്കുന്നത് വളരെ കൃപയോടുകൂടിയാണ്, അല്ലെങ്കിൽ രുചി വരുത്തുന്ന നിലയിൽ അവൾ വളരെ ഹൃദ്യമായ നിലയിലാണ് കർത്താവിനോട് സംസാരിപ്പാൻ തുടങ്ങിയത്. ആ സംസാരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അവളുടെ പാപത്തെ കുറിച്ച് അവൾക്ക് ബോധം വരുന്നു. അത് മാത്രമല്ല, അവൾ പട്ടണത്തിൽ കടന്നു ചെന്നും മശിഹായെ കണ്ടിരിക്കുന്നു പറയത്തക്കമുള്ള നിലവാരത്തിലേക്ക് ആ സ്ത്രീ വളരുവാനിടയായി. Listen very carefully. Sharing our faith, living an evangelistic lifestyle is ultimately a responsive thing. You respond to the grace and the faithfulness and the goodness of what God has done in the past, thinking about what He's going to do in the future when you're with Him in heaven, and you respond to that by going into the world, going into your communities and your friend groups and your campuses and your workplaces, and you speak with grace and truth. Living this life is a responsive thing. You can't conjure it. God doesn't act first, and if you don't remember what He has done, there is no evangelistic lifestyle that you can engage in. സുവിശേഷീകരണത്തിൻ്റെതായ ആ ജീവിത ശൈലിയിൽ നാം ഇടപെടുമ്പോൾ, മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നാം നിശ്ചയമായും ഓർക്കേണ്ട കാര്യം, കഴിഞ്ഞ കാലത്ത് നാം ഓർക്കണം കർത്താവ് എന്ത് ചെയ്തു എന്നുള്ള നിലയിൽ ആ കാര്യങ്ങൾ ഓർക്കുവാൻ നമുക്കിടയാകണം. അത് മാത്രമല്ല, കർത്താവിനോടുള്ള ബന്ധത്തിൽ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതായ വിഷയവും നമുക്ക് ഓർക്കുവാൻ കഴിയണം. ഇതിനോടുള്ള ബന്ധത്തിൽ വേണം നാം മറ്റുള്ളവരോട് ഇടപെടുവാനായിട്ട്. There is a grace, this grace of God that we sang about, that we talk about, that sometimes becomes trite in the Christian faith, but if we do not reflect upon the grace that God has poured into our hearts, there will be no change in our communities. There will be no motivation for us to go out. We need to remember what God has done in our life, no matter your background, no matter whether you're from a Hindu background or you're from any other background, no matter the brokenness that has happened in your life, the shame that you might have been filled with. This woman met Jesus. She ran back to her town and she proclaimed who He was to those people. It's a responsive thing. Have you ever responded to this message of Jesus in your own life, surrendering to who He is and surrendering your agenda to Him? നാം ഒരു കാര്യം ഓർക്കണം, നാം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃപ എന്ന് പറയുന്ന വിഷയം, അതിൽ ഉപ്പിനാൽ രുചി വരുത്തുന്നതായ ആ അനുഭവം നമ്മളിൽ ഇല്ലെങ്കിൽ, ആ നിലയിൽ നമുക്ക് ഇടപെടുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവും നമ്മുടെ കേൾവിക്കാർക്കോ നാം ഇടപെടുന്ന വ്യക്തികൾക്കോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നാം ഓർക്കണം. അതിനൊരു ഉത്തമ മാതൃകയാണ് ശമര്യക്കാരിയോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത്. അവളുടെ കർത്താവ് വളരെ ഹൃദ്യമായി സംസാരിച്ചു, അവളുടെ പാപം അവൾക്ക് ബോധ്യപ്പെടുന്നു. അതിനുശേഷം മശിഹായെ തിരിച്ചറിയുന്നു. അവളുടെ ഗ്രാമത്തിൽ കടന്നു ചെന്ന് മശിഹായെ കണ്ടു എന്നുള്ള നിലയിൽ മശിഹായ്ക്ക് അവൾ സാക്ഷ്യം പറയുന്നു. കാരണം കർത്താവ് അവളോട് ഇടപെട്ടത് കൃത്യമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ചേഞ്ച് ഉണ്ടായത്. We need the Lord to do this through us. Amen. We need the Lord to bring His Spirit and call us. We need the Lord to remind us of what He's done in our life. We need Jesus' cross and His resurrection and this gospel message to soak deep into us if we're going to go into the world. Right now, I want you to close your eyes. Close your eyes and to think of that one person. Think of that one or two people in your life who you need to proclaim the gospel to, that you want God to open a door for. Right now, think of them and just begin to pray for those people. Begin to pray for those people that you want God to open a door for. ഈ സമയം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും സുവിശേഷം പറയുക, നിങ്ങൾ കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരണ ലഭിക്കുന്നതായ ഒന്ന് രണ്ട് വ്യക്തികളെ നിങ്ങൾ സ്മരിക്കുക. അവരുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ നിലയിൽ അവരെ ഓർക്കുക. Think of that one person right now. Just bring them to the forefront of your mind and begin to lift them up to the Lord. Begin to pray out to Him for that one person, that God would open a door for His message through you. God would open a message through you. അവരെ നിങ്ങളുടെ ചിന്തയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അവരെ നിങ്ങളുടെ ധ്യാനത്തിൽ കൊണ്ടുവരിക. അവരെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ, സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കിട്ടണമെന്ന് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. Pray right now that He would give you the grace to proclaim clearly, to be understandable, that He would give you the Holy Spirit in a greater measure, that you would be able to speak this gospel in a way to that one person that you're thinking of in a clear way. അവരോട് സുവിശേഷം അറിയിക്കുവാൻ, അവരോട് സുവിശേഷം പങ്കിടുവാനായിട്ടുള്ള അവസരം ലഭിക്കേണ്ടതിന് വേണ്ടി അവരെ മനസ്സിൽ ഓർത്തുകൊണ്ട് വാസ്തവമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. Yes, Lord. Come, Jesus. We ask that you would come and you would give us wisdom, Jesus. Open a door for your message, Jesus. Lord, help us make the most of the opportunities that you're going to give us this week, God. Lord, we ask for, maybe some of us are in relationships with those who are very far from you, of different religions, Lord, and we ask that you'd open a door to them, to those who have many barriers to the gospel. Come now, Holy
Spirit, open a door. Give us the prayers to pray for them, Jesus. Amen, Lord. Come, Lord. Hallelujah. Jesus, we need you. We cannot do this without you, Lord. And we ask for your Holy Spirit to open a door for us, God. Thank you, Jesus. Open a door for us, Hallelujah. Lord, that we may speak full of grace. Amen. Hallelujah. Seasoned with salt, Lord, Yes, that we may hallelujah. answer them when they ask us the question. Whether they're Hindus or Muslims or atheists or agnostics, whoever they may be, Lord, open a door for your message, God. Amen, Lord. And we thank you for what you've done, Lord. We Thank thank you. you for your cross. Thank you, We Lord. thank you for Hallelujah. what you've done in history, Lord. Amen, Lord. We Hallelujah. look forward to what you're going to do, Jesus. Yes, Lord. Amen, Lord. Hallelujah.